യുറാനസ് സൗരയൂഥത്തിലെ 7ാമത്തെ ഗ്രഹം. പണ്ടുമുതലേ തന്നെ ബഹിരാകാശ ഗവേഷകർക്ക് ഒരു കൗതുകമായിരുന്നു യുറാനസ്. സൂര്യനിൽ നിന്നും ഒരുപാട് അകലെയായതിനാൽ തന്നെ ഈ ഗ്രഹത്തിനെക്കുറിച്ച് അധികം കാര്യങ്ങളൊന്നും നമുക്കറിയാമായിരുന്നില്ല. എന്നാൽ നമ്മുടെ സാങ്കേതിക വിദ്യകൾ കൂടുതൽ പുരോഗമിച്ചപ്പോൾ സൗരയൂഥത്തിന്റെ അതിരുകളിലേക്ക് നമ്മൾ ബഹിരാകാശ പേടകങ്ങളെ അയക്കാൻ തുടങ്ങി. അങ്ങനെയാണ് യുറാനസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യക്ഷത്തിൽ ഒരു ബോറിംഗ് ആയ ഗ്രഹമായിട്ട് തോന്നിയാലും യഥാർത്ഥത്തിൽ വളരെയേറെ സവിശേഷതകളുള്ള ഗ്രഹമാണ് യുറാനസ്. യുറാനസ് ഗ്രഹത്തിൽ നിന്നും കണ്ടെത്തിയത് എന്തൊക്കെയാണെന്നും ഈ ഗ്രഹത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്നും നമുക്ക് നോക്കാം. ഗ്രീക്ക് പുരാണത്തിലെ ആകാശത്തിന്റെ ദേവനാണ് ഔറാനോസ്. ഈ പേരിൽ നിന്നുമാണ് 7ാമത്തെ ഗ്രഹത്തിന് യുറാനസ് എന്ന് പേര് നൽകിയത്. ഔറാനോസിന്റെ ലാറ്റിൻ പദമാണ് യുറാനസ്. ശരിക്കും യുറാനസിന് മാത്രമാണ് ഒരു ഗ്രീക്ക് ദേവന്റെ പേര് നൽകിയിരിക്കുന്നത്. സൗരയൂഥത്തിലെ ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും റോമൻ ദേവന്മാരുടെ പേരാണ് നൽകിയിട്ടുള്ളത്. യുറാനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അതിന്റെ ഭ്രമണപഥവും അത് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന രീതിയുമാണ്. സൂര്യനിൽ നിന്നും ശരാശരി 19.2 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരത്തിലാണ് യുറാനസ് നിലനിൽക്കുന്നത്. എന്നുവെച്ചാൽ ഭൂമി സൂര്യനിൽ നിന്നുമായിരിക്കുന്നതിന്റെ 19 മടങ്ങ് ദൂരത്തിലാണ് യുറാനസ് നിലനിൽക്കുന്നത്. 19 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരം എന്ന് പറയുമ്പോൾ ഏകദേശം 294 കോടി കിലോമീറ്റേഴ്സ് ആണ്. ഇത്രയും ദൂരത്തിലായിരിക്കുന്നത് കൊണ്ട് തന്നെ യുറാനസ് ഒരു തണുത്ത് മരവിച്ച ലോകമാണ്. -224 ഡിഗ്രി സെൽഷ്യസ് താപനില വരെ യുറാനസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നെപ്റ്റ്യൂണിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിനേക്കാൾ 10 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില. അതിനാൽ തന്നെ സൗരയൂഥത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ ഗ്രഹം ഏറ്റവും അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണല്ല, മറിച്ച് യുറാനസ് ആണ്. യുറാനസ് ഒരു തവണ സൂര്യന് ചുറ്റും വലം വയ്ക്കാൻ ഭൂമിയിലെ 87 വർഷങ്ങളെടുക്കും. അതായത് ഭൂമിയുടെ 87 വർഷങ്ങളാണ് യുറാനസിന്റെ ഒരു വർഷം. 1781 വില്യം ഹെർഷൽ എന്ന ജർമ്മൻ ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനാണ് യുറാനസിനെ കണ്ടുപിടിച്ചത്. അതിനർത്ഥം യുറാനസിനെ നമ്മൾ കണ്ടുപിടിച്ച ശേഷം ഇതുവരെ അവിടെ 3 വർഷങ്ങൾ കഴിഞ്ഞതേയുള്ളൂ. യുറാനസിനെ ആദ്യം കണ്ടുപിടിച്ചപ്പോൾ അതിന്റെ ഭ്രമണപഥം എങ്ങനെയായിരിക്കുമെന്ന് കണക്കുകൂട്ടാൻ ജ്യോതിശാസ്ത്രജ്ഞർ ശ്രമിച്ചു. എന്നാൽ അവരുടെ നിഗമനത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലായിരുന്നു യുറാനസിന്റെ ഭ്രമണപഥം. അപ്പോഴാണ് യുറാനസിന് പിന്നിൽ മറ്റൊരു ഗ്രഹമുണ്ടെന്നും ആ ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണ ബലം കാരണമാണ് യുറാനസിന്റെ ഭ്രമണപഥം കൃത്യമായിട്ട് നമുക്ക് പ്രവചിക്കാൻ കഴിയാതെ പോയതെന്നും ജ്യോതിശാസ്ത്രജ്ഞർക്ക് മനസ്സിലായി. ശേഷം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഉപയോഗിച്ച് അവർ യുറാനസിന് പിന്നിലുള്ള ഗ്രഹത്തിനെ, അതായത് സൗരയൂഥത്തിലെ 8ാമത്തെ ഗ്രഹത്തിനെ കണ്ടെത്തി. അതാണ് നമ്മുടെ നെപ്റ്റ്യൂൺ. ഇതേ കാരണത്തിനാലാണ് ഇപ്പോൾ സൗരയൂഥത്തിൽ ഇനിയും മറ്റൊരു ഗ്രഹവും കൂടെയുണ്ടെന്ന്, അതായത് പ്ലാനറ്റ് 9 ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ സംശയിക്കുന്നത്. എന്നുവെച്ചാൽ സൗരയൂഥത്തിന്റെ അതിരിലുള്ള ചില വസ്തുക്കൾ തികച്ചും അസ്വാഭാവികമായിട്ടാണ് സൂര്യന് ചുറ്റും വലം വെക്കുന്നത്. അവിടെ ഒരു വലിയ ഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ഗുരുത്വാകർഷണ ബലത്തിൽ അകപ്പെടുന്നത് കാരണം അവിടെയുള്ള മറ്റ് ബഹിരാകാശ വസ്തുക്കളുടെ ഭ്രമണപഥങ്ങളിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെയുള്ള അസ്വാഭാവികതകൾ ഉണ്ടാവുകയുള്ളൂവെന്നാണ് നിഗമനം. അതുകൊണ്ട് തന്നെ നിലവിൽ പല ജ്യോതിശാസ്ത്രജ്ഞരും വളരെ തീവ്രമായിട്ടാണ് പ്ലാനറ്റ് 9 വേണ്ടി തിരച്ചിൽ നടത്തുന്നത്. യുറാനസ് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന രീതിയാണ് യുറാനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സൗരയൂഥത്തിലെ ബാക്കി എല്ലാ ഗ്രഹങ്ങളും സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന ഒരു പമ്പരം പോലെയാണ് സൂര്യന് ചുറ്റും വലം വെക്കുന്നത്. എന്നാൽ യുറാനസ് അങ്ങനെയല്ല. യുറാനസിന്റെ ആക്സിയൽ ടിൽറ്റ് അഥവാ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന ചരിവ് 97 ഡിഗ്രീസ് ആണ്. താരതമ്യേന പറഞ്ഞാൽ ഭൂമിയുടെ ചരിവ് 23.5 ഡിഗ്രീസ് ആണ്. ചുരുക്കി പറഞ്ഞാൽ യുറാനസ് സൂര്യന് ചുറ്റും വലം വെക്കുകയല്ല, മറിച്ച് ഉരുളുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാരണത്തിനാൽ തന്നെ യുറാനസിന്റെ രാത്രിയും പകലും 42 വർഷങ്ങൾ ദൈർഘ്യമുള്ളവയാണ്. അതായത് 42 വർഷക്കാലം മുഴുവൻ ഒരു വശത്തിൽ പകലും മറുവശത്തിൽ ഇരുട്ടുമായിരിക്കും. ഇക്വേറ്റർ ഭാഗത്തിൽ മാത്രം നിരന്തരമായി ഏതാനും ചില മണിക്കൂറുകളുടെ ഇടവേളകളിൽ തന്നെ രാത്രിയും പകലും മാറി മാറി വരും. അതുകൊണ്ട് തന്നെ സൗരയൂഥത്തിലെ മറ്റേത് ഗ്രഹത്തിനേക്കാളും ധ്രുവങ്ങളിൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് യുറാനസിനാണ്.
പക്ഷേ വിചിത്രമായ കാര്യം എന്താണെന്നാൽ ധ്രുവങ്ങളിലാണ് കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നതെങ്കിൽ പോലും ഇക്വേറ്ററിലാണ് കൂടുതൽ ചൂടുള്ളത്. ഇതിനു പിന്നിലെ ശരിക്കുമുള്ള കാരണം എന്താണെന്ന് നമുക്ക് ഇതുവരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. 17 മണിക്കൂറുകളും 14 മിനിറ്റുകളും കൊണ്ടാണ് യുറാനസ് ഒരു തവണ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത്. പക്ഷേ ഇതിനൊരു ഖരരൂപത്തിലുള്ള ഉപരിതലം ഇല്ലാത്തതിനാൽ ഇതിന്റെ അന്തരീക്ഷം കൂടുതൽ വേഗതയിലായിരിക്കും കറങ്ങുന്നത്. അതിനാൽ തന്നെ മണിക്കൂറിൽ 900 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിലാണ് ഇവിടെ കാറ്റ് വീശുന്നത്. പക്ഷേ സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് യുറാനസിൽ അധികം ചുഴലിക്കാറ്റുകളും കൊടുങ്കാറ്റുകളും ഒന്നും ഉണ്ടാകാറില്ല. യുറാനസിന്റെ ആക്സിയൽ ടിൽറ്റ് ഇത്രയും കൂടുതലാകാൻ കാരണം ഒരുപക്ഷെ പണ്ടൊരിക്കൽ മറ്റൊരു വലിയ ഗ്രഹം യുറാനസിൽ വന്നിടിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. യുറാനസ് ആണ് സൗരയൂഥത്തിലെ വാതക ഭീമൻ ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും മാസ് കുറഞ്ഞ ഗ്രഹം. ഭൂമിയുടെ 14.5 മടങ്ങ് മാസ് മാത്രമാണ് യുറാനസിനുള്ളത്. നെപ്റ്റ്യൂണിനാണെങ്കിൽ 17 മടങ്ങ് മാസ് ഉണ്ട്. എന്നാൽ യുറാനസിന് നെപ്റ്റ്യൂണിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പം കൂടുതലാണ്. 50,724 കിലോമീറ്റർ വ്യാസമുള്ള യുറാനസ് ഭൂമിയേക്കാൾ 4 മടങ്ങ് വലുതാണ്. ഭൂമിയുടെ 14.5 മടങ്ങ് മാസ് ഉണ്ടെങ്കിൽ പോലും ഈ മാസ് മുഴുവൻ വലിയൊരു വിസ്തീർണതയിൽ വ്യാപിച്ചു കിടക്കുന്നതിനാൽ ഭൂമിയുടെ 90% ഗുരുത്വാകർഷണ ബലം മാത്രമേ യുറാനസിനുള്ളൂ. യുറാനസിന്റെ കോർ ഭാഗം ഭൂമിയുടെ കോറിനേക്കാൾ ചെറുതായിരിക്കുമെന്നാണ് നിഗമനം. ഖരരൂപത്തിലുള്ള ഈ കോർ ഭാഗം സിലിക്കേറ്റ് പദാർത്ഥങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും. കോറിന് ചുറ്റുമുള്ള ദ്രാവക രൂപത്തിലുള്ള മാൻഡിൽ ഭാഗം അമോണിയ, മീഥെയ്ൻ, ജലം എന്നിവയുടെ ഐസ് പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിതമായവയാണ്. ഐസ് പാർട്ടിക്കിൾസ് എന്ന് പറയുമെങ്കിലും ഈ മാൻഡിൽ ഭാഗം അത്യധികം ചൂട് കൂടിയതാണ്. ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ് ആണ് മാൻഡിലിന്റെ താപനില. യുറാനസിന്റെ അന്തരീക്ഷത്തിൽ 82.5% ഹൈഡ്രജനാണ്, 15% ഹീലിയം, 2.3% മീഥെയ്ൻ, പിന്നെ ബാക്കിയുള്ള 0.2% മറ്റ് വാതകങ്ങളും. അന്തരീക്ഷത്തിലുള്ള മീഥെയ്ൻ കാരണമാണ് യുറാനസിന് മങ്ങിയ നീല നിറം വരുന്നത്. മറ്റൊരു രസകരമായ കാര്യം എന്താണെന്നാൽ മാൻഡിൽ ഭാഗത്തിന്റെ അതികഠിനമായ സമ്മർദ്ദം കാരണം അവിടെയുള്ള കാർബൺ കണികകൾ ഞെരിഞ്ഞമരുകയും അത് മുഴുവൻ ഡയമണ്ടായി മാറുകയും ചെയ്യും. ഈ ഡയമണ്ട് കണികകൾ മുഴുവൻ കോറിന് ചുറ്റും ഒരു വലയം പോലെ നിലനിൽക്കുന്നുണ്ടായിരിക്കും. സൗരയൂഥത്തിലെ മറ്റ് വലിയ ഗ്രഹങ്ങളെ പോലെ യുറാനസിനും ചുറ്റും വളയങ്ങളുണ്ട്. വളരെ ഇരുണ്ടതും കനം കുറഞ്ഞതുമായ 13 വളയങ്ങളാണ് യുറാനസിനു ചുറ്റുമുള്ളത്. അതിൽ മിക്കതിനും ഏതാനും ചില കിലോമീറ്റേഴ്സ് മാത്രമേ വലിപ്പമുള്ളൂ. ഗ്രഹത്തിന്റെ പ്രായമനുസരിച്ച് ഈ വളയങ്ങൾ രൂപം കൊണ്ടിട്ട് അധിക കാലമായിട്ടില്ല. പരമാവധി 60 കോടി വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഈ വളയങ്ങൾ രൂപം കൊണ്ടത്. വളരെ ചെറിയ ഐസ് പാർട്ടിക്കിൾസും പാറകളുമാണ് ഈ വളയങ്ങളിലുള്ളത്. ഏതാനും ചില സെന്റിമീറ്റേഴ്സ് മുതൽ മീറ്റേഴ്സ് വരെ വലിപ്പമുള്ള പാർട്ടിക്കിൾസിനെയാണ് ഈ വളയങ്ങളിൽ കാണാൻ കഴിയുന്നത്. തീരെ ഇരുണ്ടതായതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഈ വളയങ്ങളെ നമുക്ക് കാണാനാകില്ല. ഭൂമിയിൽ നിന്നും നോക്കുന്ന സമയത്തിൽ വളരെ പ്രകാശപൂരിതമായ നക്ഷത്രങ്ങൾക്ക് മുന്നിലൂടെ യുറാനസ് കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ വളയങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ. അത്രയേറെ ഇരുണ്ടതും ചെറുതുമാണ് യുറാനസിന്റെ വളയങ്ങൾ. ഇതേ രീതിയിൽ 1977 ഒരു നക്ഷത്രത്തിന് മുന്നിലൂടെ കടന്നു പോയപ്പോഴാണ് യുറാനസിന്റെ വളയങ്ങളെ ആദ്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചത്. പണ്ട് യുറാനസിന് ചുറ്റും വലം വെച്ചിരുന്ന ചില ഉപഗ്രഹങ്ങൾ യുറാനസുമായിട്ട് കൂട്ടിയിടിച്ചിട്ടുണ്ടായിരിക്കാം. ശേഷം അതിന്റെ അവശേഷിപ്പുകളായിരിക്കും കാലക്രമേണ വളയങ്ങളായി മാറിയതെന്നാണ് നിഗമനം. ഇതുവരേക്കും ഒരേ ഒരു പേടകം മാത്രമാണ് യുറാനസിനെ സന്ദർശിച്ചിട്ടുള്ളത്. അത് 1977 അയച്ച വോയേജർ 2 പേടകമായിരുന്നു. 1986 അത് യുറാനസിന്റെ അടുത്തെത്തിയത്. അന്ന് യുറാനസിനെ കുറിച്ചുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ വോയേജർ 2 വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ശേഖരിക്കുകയും അത് മുഴുവൻ ഭൂമിയിലേക്ക് അയച്ചു തരികയും ചെയ്തിരുന്നു. പക്ഷേ അന്നത്തെ സാങ്കേതിക വിദ്യകളുടെ പരിമിതികൾ കാരണം വോയേജർ 2 യുറാനസിന്റെ 11 വളയങ്ങളെ മാത്രമേ അന്ന് കാണാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ ഹബിൾ ടെലിസ്കോപ്പ് വിക്ഷേപിച്ചതിനു ശേഷം അതിലൂടെയാണ് ബാക്കി 2 വളയങ്ങളെ കൂടെ കാണാൻ സാധിച്ചത്. ഇതുവരേക്കും യുറാനസിന് ചുറ്റും വലം വയ്ക്കുന്ന 27 ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഉപഗ്രഹങ്ങളെ 3 വിഭാഗങ്ങളായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. 13 ഇന്നർ മൂൺസ്,
അഥവാ യുറാനസിന്റെ വളരെ അടുത്ത് നിൽക്കുന്ന ഉപഗ്രഹങ്ങൾ 5 മേജർ മൂൺസ്, അതായത് വലിയ ഉപഗ്രഹങ്ങൾ, പിന്നെ 9 ഇറഗുലാർ മൂൺസ്, അതായത് പ്രത്യേകിച്ചൊരു ആകൃതിയൊന്നുമില്ലാത്ത ഉപഗ്രഹങ്ങൾ. ഇന്നർ മൂൺസ് എല്ലാം യുറാനസിന്റെ വളയങ്ങളുമായിട്ട് ചേർന്ന് കിടക്കുന്നവയാണ്. ഇന്നർ മൂൺസിൽ പക്കാണ് ഏറ്റവും വലുത്. ഇതിന് വെറും 162 കിലോമീറ്റർ വ്യാസം മാത്രമേ ഉള്ളൂ. ഇത് ആ ഉപഗ്രഹത്തിന്റെ വോയേജർ 2 പകർത്തിയ ചിത്രമാണ്. ഇന്നർ മൂൺസിൽ പലതും പരസ്പരം കൂട്ടിയിടിക്കാൻ സാധ്യത കൂടുതലുള്ളവയാണ്. ഭാവിയിൽ ഒരുപക്ഷെ അത്തരമൊരു കൂട്ടിയിടി നമുക്ക് കാണാൻ കഴിഞ്ഞേക്കാം. മിരാൻഡ, ഏരിയൽ, അംബ്രിയേൽ, ടൈറ്റാനിയ, ഒബേറാൻ എന്നിവയാണ് യുറാനസിന്റെ മേജർ മൂൺസ്. ഇതിൽ ടൈറ്റാനിയയാണ് ഏറ്റവും വലിയ ഉപഗ്രഹം. സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപഗ്രഹങ്ങളിൽ 8ാം സ്ഥാനമാണ് ടൈറ്റാനിയയ്ക്ക്. ഇതിന് 1600 കിലോമീറ്റേഴ്സ് വ്യാസമുണ്ട്, അതായത് നമ്മുടെ ചന്ദ്രന്റെ 45% വലിപ്പം. ഇതിൽ മിരാൻഡ തണുത്തു മരവിച്ച് കിടക്കുന്ന ഒരു മഞ്ഞ് ലോകമാണ്. ബാക്കി 4 ഉപഗ്രഹങ്ങൾക്കും ഒരു ഖരരൂപത്തിലുള്ള കോർ ഭാഗവും മാൻഡിൽ ഭാഗവും ഒക്കെയുണ്ട്. മാൻഡിൽ ഭാഗം മുഴുവൻ ജലത്തിന്റെ ഐസാണ്. ഈ ഉപഗ്രഹങ്ങളിൽ ഒരുപക്ഷെ കോറിനും മാൻഡിലിനും ഇടയിൽ ജലത്തിന്റെ ഒരു പാളിയും കൂടെ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്, അതായത് വലിയ സമുദ്രങ്ങൾ. രസകരമായ കാര്യം എന്താണെന്നാൽ സൂര്യന് ചുറ്റും യുറാനസ് ഉരുളുന്നത് പോലെ ഈ 5 ഉപഗ്രഹങ്ങളും യുറാനസിന് ചുറ്റും ഉരുളുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഇവയുടെ ആക്സിയൽ ടിൽറ്റും ഏകദേശം 95 ഡിഗ്രീസ് ആണ്. അവസാനത്തെ 9 ഉപഗ്രഹങ്ങളും യുറാനസിൽ നിന്നും ഒരുപാട് അകലെയാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല അവയെല്ലാം ഇറഗുലാർ മൂൺസുമാണ്, അതായത് കൃത്യമായ ആകൃതി ഇല്ലാത്തവ. ഇവയെല്ലാം ശരിക്കും ഉൽക്കകളായിരുന്നിരിക്കും. ഇവ പണ്ട് യുറാനസിന്റെ അടുത്തുകൂടെ പോയപ്പോൾ യുറാനസിന്റെ ഗുരുത്വാകർഷണ ബലത്തിൽ അകപ്പെട്ട് പോയതായിരിക്കും. 20 മുതൽ 200 കിലോമീറ്റർ വരെ ഇവയ്ക്ക് വ്യാസമുണ്ട്. ഫെർഡിനാൻഡ് എന്ന ഉപഗ്രഹമാണ് യുറാനസിന്റെ ഏറ്റവും അകലെയുള്ള ഉപഗ്രഹം. ഇത് യുറാനസിൽ നിന്നും ഏകദേശം 2 കോടി കിലോമീറ്റേഴ്സ് ദൂരത്തിലൂടെയാണ് യുറാനസിന് ചുറ്റും വലം വയ്ക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.